ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടേറിയായിട്ടൊന്ന് വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാനല്ല വെക്കാൻ പോകുന്നത്, ജീനുവാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഒന്ന് കാർ ഒന്ന് വാഷ് ചെയ്യാൻ കയറിയതാണ് ഞാൻ. കാരണം മന്ത്ലിയിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കാർ വാഷ് ചെയ്തില്ലെങ്കിൽ ഇവിടെ സോൾട്ട് പിടിക്കും. കാരണം ഈ നമ്മൾ വിന്റർ വന്നു കഴിഞ്ഞാൽ ഇവര് സോൾട്ട് റോട്ടിലിട്ട് പോകും. അപ്പൊ അത് കാർമ പിടിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് മന്ത്ലിയിൽ ഒന്ന് കാർ വാഷ് ചെയ്യണം. അപ്പൊ ഈ കാർ വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് കടയിൽ പോയി ഞണ്ടിന് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെച്ച് കാണിക്കാം. It's going to be rather always go to you. Woohoo! Touchless car wash. This is going to be my gosh! So much. Oh my gosh! This is gonna be. Oh no! Oh no! Oh my gosh! It's green light means go go go. Green light means go go go. What about Mom? Yeah, Mommy! Hot shot! Oh my gosh, I hate hot shots. Oh no. Hot shot. Yeah! Oh, the color is changing a bit. What is that? Smell? That's the stinkiest smell ever. Yeah. Boy, what happened up there? Whoa, what's going on up there? What happened up there? Look, Nathan. Exit needs to open. Whoa! Oh, it's so big. Oh, it's so like snow. I don't see anything. Yeah, I can't even. It's so cool. Because it's too loud, Nathan. My side still has soap. Ah! So scary. Look, my window's red. What is this? I got blueberry. Cool. Yeah, this was so fun. What happened? You. ഞാനപ്പോ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ഞണ്ടേറി കഴിക്കാൻ റെഡി ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജീനു, കുറച്ച് ഞണ്ടേറി ഒരു പ്ലേറ്റില് പോട്ടെ. റെഡി? ആഹാ, കണ്ട നല്ല കൊതിയാണ്. ഞണ്ടേറിയാണ് നമ്മുടെ ഭാര്യ എന്ന് നമുക്ക് വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ജ്യൂസ് കൂടി കഴിച്ചേക്കാം. ഇത് ഷാമ്പയിനൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു സ്പാർക്ലിംഗ് ജ്യൂസാണ്. അപ്പൊ തുടങ്ങാം. ആഹാ, എന്താ ഇതെന്തിനാ 2 ഗ്ലാസ്? cheers എന്റെ ഞണ്ടിറക്കി. താങ്ക് യു ജീനു. അപ്പം തുടങ്ങാം.
അടിപൊളി ഞണ്ടറി ഉണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീനുവാണ് കുക്ക് ചെയ്യാൻ പോണേ. ജീനു ആദ്യം തന്നെ നമ്മളിത് പുഴുങ്ങി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സാധാരണ പച്ചക്ക് തന്നെ കൊല്ലുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മളൊന്ന് പുഴുങ്ങുകയാണ്. ജീനു അപ്പോൾ ഇതിനെ കൊന്നിട്ട് കറി വെച്ചാൽ മതിയായിരുന്നില്ലേ? കൊന്നിട്ട് കറി വെക്കണവരുണ്ട്. പിന്നെ നമുക്ക് പുഴുങ്ങിയിട്ട് നമ്മൾ പൊളിക്കുമ്പോൾ ഇതിൻ്റെ തൊണ്ട് പൊളിക്കുമ്പോഴാണ് നമുക്ക് മാംസം നന്നായിട്ട് വിട്ട് കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ആദ്യം പുഴുങ്ങണത്. പുഴുങ്ങിയിട്ട് ചെയ്യണതാണ് നമുക്കിത് നന്നാക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഞണ്ട് അനങ്ങണില്ലല്ലോ, ഞണ്ട് ചാവാൻ തയ്യാറായിട്ട് ഇതിവിടെ ഞണ്ട് ഇത്രയും ചൂട് കിടന്നിട്ട് അനങ്ങണില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ദാരിദ്ര്യം പിടിച്ചാൽ കണ്ടായിരുന്നു തോന്നുന്നു. എങ്ങനെയല്ലോ ചത്താ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞണ്ട കണ്ട. നാട്ടിലെ ഞണ്ടൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും, വെള്ളം ചൂടാവുന്ന ചൂടായി ചാവാൻ വേണ്ടി വരും. നമുക്ക് ആദ്യം ഇതിൻ്റെ കാലൊന്ന് ഒടിച്ചെടുക്കാം. കാലൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊണ്ട് വലിയ ഈ ഭാഗം നമ്മൾ പൊളിച്ചെടുക്കണം. കാലിൻ്റെ അകത്തൊക്കെ നല്ലോണം മാംസം ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അതിനകത്തേക്ക് ഇടാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാല് വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. നാട്ടിൽ നമ്മൾ ഞണ്ട് പിടിക്കുമ്പോൾ അതിനകത്ത് ഓറഞ്ച് കളറിൽ അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടാവും. അത് നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞിട്ട്
നല്ല സൂപ്പർ കയ്യാണ്. നല്ല മഞ്ഞ് അങ്ങോട്ട് മാറി തുടങ്ങണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം വേപ്പില ഇടാം. വേപ്പില ഒന്ന് വാടി കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ 2 ചെറിയ സവാളയാണ് ഇതിടാം. നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും മാംസമാണ് കേട്ടോ കിട്ടിയത്. അതിൽ കുറേ ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള ഈ കാല് ഇടിക്കുറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കണ സമയത്ത് കുറച്ച് എളുപ്പമുണ്ട് അത് പൊളിച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ മാംസമൊന്നും നമ്മൾ വീണ്ടും കഴുകില്ല. ഈ തൊണ്ട് ഉള്ള കാലുകൾ മാത്രം നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളിയാണ് ചതച്ചതും, പിന്നെ ഒരു 10 ഗ്രാം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം നമുക്കൊരു 1.25 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നമ്മൾ ആ തക്കാളി ഒന്ന് അതിനകത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 3 ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയാവേ. ഗ്രേവിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഞണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് ഒരു വേപ്പില അതിൻ്റെ മേളിലേക്കാണ് വെച്ച് കൊടുക്കാം.